1000 രൂപ വെച്ച് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാൻ പറ്റുമോ? ദിസ് ഇസ് ഡേ 1 ഓഫ് 30 ഡേയ്സ് ഓഫ് ക്ലിയറിംഗ് ട്രേഡിംഗ് മിക്സ്. 1000 രൂപ വെച്ച് ഒരിക്കലും ട്രേഡിംഗ് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ട്രേഡിംഗ് പഠിക്കാൻ എത്ര രൂപ വേണം? മിനിമം എത്ര രൂപ വേണം നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണമെങ്കിൽ? അത് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രുമെന്റിനും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ട്രേഡിംഗ് സ്റ്റൈലിനും അനുസരിച്ചിരിക്കും. അതായത് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണോ ആ ഇൻസ്ട്രുമെന്റിൽ ഏറ്റവും ലോവസ്റ്റ് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്യാപിറ്റൽ വേണ്ടി വരും നോക്കുക. അതാണ് ഡിപ്ലോയിഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ആ ഡിപ്ലോയിഡ് ക്യാപിറ്റലിൻ്റെ മിനിമം നേരെ ഡബിൾ എങ്കിലും ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ വേണം. ആ ഡബിൾ എന്ന് പറയുന്നത് റിസർവ് ഫണ്ട് ആയിട്ടാണ്. അത് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിഫ്റ്റിയിൽ ഞാൻ ചെയ്യുന്ന പോലെ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഓപ്ഷൻ ബൈയിങ്ങിന് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 65 ക്വാണ്ടിറ്റിയാണ്. അതായത് ഏറ്റവും മിനിമം ഒരു ലോട്ടെങ്കിലും എടുക്കണം. ആ ഒരു ലോട്ട് എടുക്കണമെങ്കിൽ നിഫ്റ്റിൻ്റെ പ്രീമിയം ഏകദേശം ഒരു 300 റുപ്പീസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 65 ക്വാണ്ടിറ്റി എടുക്കുക. അതായത് ഒരു ലോട്ട് 65 ക്വാണ്ടിറ്റിയാണ്. സോ 65 ക്വാണ്ടിറ്റി ഒരു ലോട്ട് എടുക്കണമെങ്കിൽ മിനിമം ഒരു 20,000 റുപ്പീസ് എങ്കിലും വേണ്ടി വരും. അതാണ് ഡിപ്ലോയിഡ് ക്യാപിറ്റൽ 20,000. അതിൻ്റെ നേരെ ഡബിൾ എന്ന് പറഞ്ഞാൽ 40,000 റുപ്പീസ്. സോ 40,000 രൂപ ഉണ്ടെങ്കിൽ നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ട് ഓപ്ഷൻ ബൈങ്ങിൽ 1 ലോട്ട് വെച്ച് ചെയ്ത് പഠിക്കാൻ കഴിയുള്ളൂ. അത് എന്തിനാണ് അത്ര ക്യാപിറ്റൽ വെക്കുന്നതെന്ന് വെച്ചാൽ, അത്ര ക്യാപിറ്റലെങ്കിലും വെച്ചാൽ മാത്രമേ ലോസ് വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 1000-2000 രൂപ വെച്ചിട്ടൊന്നും ട്രേഡിംഗ് പ്രോപ്പറായിട്ട് പഠിക്കാൻ കഴിയില്ല.